വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നമുക്ക് എന്തെങ്കിലും ഒന്ന് പഠിക്കാം. ഓക്കെ, എന്തെങ്കിലും ചുമ്മാ പഠിക്കാം. ഇപ്പോൾ ഞാൻ പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് എനിക്കൊരു ഐഡിയ ഇല്ല. ഞാൻ എന്താ പഠിക്കാൻ പോകുന്നത് എനിക്ക് ഒരു ധാരണയില്ല. എനിക്കറിയത്തില്ല ഞാൻ എന്താ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ തൊഴിൽ വാർത്ത എടുത്ത് വെച്ചിട്ട് ഇങ്ങനെയാണ് ഞാൻ പഠിക്കുന്നത്. ഞാൻ എടുത്ത് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുക? ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ തുടങ്ങാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടന ഉറപ്പു തരുന്ന സമത്വത്തിനുള്ള അവകാശം, സമത്വം, ഇക്വാലിറ്റി, റൈറ്റ് ടു ഇക്വാലിറ്റി എന്ന മൗലിക അവകാശത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ആശയങ്ങൾ പെടാത്തത് ഏത്? പെടാത്തത് അപ്പം തന്നെ അങ്ങ് മാർക്ക് ചെയ്യണം കേട്ടോ. ട്രിക്കി പെടാത്തത് ഏത്? ഓക്കെ, മതഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തം ഇഷ്ടപ്രകാരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കാനുള്ള അവകാശം, ജാതി, മതം, ലിംഗം എന്നിവയുടെ അടിസ്ഥാനത്തിൽ വിവേചനം നിരോധിക്കൽ, സ്ഥാനപ്പേരുകൾ നിർത്തലാക്കൽ, പൊതു നിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പാക്കൽ. അപ്പോൾ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ റൈറ്റ് ടു ഇക്വാലിറ്റിക്കകത്ത് അതിനകത്ത് ഉൾക്കൊള്ളിച്ചിരുന്ന ആശയങ്ങൾ, ഒരുപാട് ആശയങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് നമുക്ക് മനസ്സിലായി. അപ്പോൾ അതിനകത്ത് ഉൾക്കൊള്ളിച്ച ആശയങ്ങളിൽ ഇത് ഉൾപ്പെടാത്തത് ഏതാണെന്ന് ചോദിച്ചേക്കുന്നത്. അപ്പം ഉൾപ്പെടാത്തത്. അപ്പം നമ്മൾ എന്ത് വേണം? അപ്പം എനിക്കിത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിയേ, ഈ ക്വസ്റ്റ്യൻ വായിച്ചപ്പോഴേ ഞാൻ ചുമ്മാ അഭിനയിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഈ ക്വസ്റ്റ്യൻ വായിച്ചപ്പോൾ എനിക്ക് ഒരുമാതിരി എന്ത് ചോദിച്ചേക്കുന്ന ഒരു ഐഡിയ ഇല്ലല്ലോ. എനിക്കറിയത്തില്ല, എന്താ സമത്വത്തിനുള്ള റൈറ്റ് ടു ഇക്വാലിറ്റിയിൽ ഉൾപ്പെടുത്തിയേക്കുന്ന ഏതാണെന്ന് എനിക്കറിയത്തില്ല. അപ്പം ഉൾപ്പെടുത്തിയത് അറിഞ്ഞാലേ നമുക്ക് ഉൾപ്പെടാത്ത ഏതാണെന്ന് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പം എനിക്കറിയത്തില്ല. ഓക്കെ, എനിക്കറിയത്തില്ല. ഐ ഡോണ്ട് നോ, എനിക്കിതറിയത്തില്ല. അത് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ശരി, ഇതെനിക്ക് അറിയാത്ത സംഭവമാണ്. എന്താ ഫണ്ടമെന്റൽ റൈറ്റ്സ്, റൈറ്റ് ടു ഇക്വാലിറ്റി, മൗലിക അവകാശങ്ങൾ ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് എനിക്കറിയാം. സമത്വത്തിനുള്ള അവകാശം റൈറ്റ് ടു ഇക്വാലിറ്റി എന്ന് എനിക്കറിയാം. അതിനകത്ത് ഉൾപ്പെട്ട് വന്നേക്കുന്ന ഏതാണെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യും? ഞാൻ ഈ ബാക്കി ഒന്നും ഞാൻ നോക്കുന്നില്ല, ഓപ്ഷൻസ് ഒന്നും ഞാൻ നോക്കുന്നില്ലേ. ഞാൻ ക്വസ്റ്റ്യൻ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായില്ല. എനിക്കിത് എന്താ നിങ്ങളുടെ മുമ്പിൽ ഇതെനിക്ക് അറിയാമെന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അതെനിക്ക് അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാൻ പോവാം? ഇപ്പം ഞാനൊരു ബിഗിനറാണ്, എനിക്കിത് അറിയത്തില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യും? നമ്മൾ നൈസായിട്ട് നമ്മൾ റാങ്ക് ഫയൽ ഉണ്ടെങ്കിൽ റാങ്ക് ഫയൽ എടുക്കുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഗൂഗിളിൽ കയറി സെർച്ച് ചെയ്യാം. ഫണ്ടമെന്റൽ റൈറ്റ്സ്, റൈറ്റ് ടു ഇക്വാലിറ്റി സെർച്ച് ചെയ്യാം. സെർച്ച് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് കുറേ ഡീറ്റെയിൽസ് വരും അല്ലേ. എവിടെ ഇപ്പം ഇഷ്ടംപോലെ സോഴ്സാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഓക്കെ, ഫസ്റ്റ് എനിക്ക് അറിയത്തില്ല, ഞാൻ കോൺസ്റ്റിറ്റ്യൂഷനിലായിരിക്കും അത് വരുന്നത്. ഞാൻ കോൺസ്റ്റിറ്റ്യൂഷൻ എടുക്കും. ഞാൻ പഠിക്കുന്ന മെത്തേഡ് പറയുകയാണേ. കോൺസ്റ്റിറ്റ്യൂഷൻ, ജനറൽ നോളജ് ആൻഡ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. സോറി, ഇത് മാർക്കിൻ്റെ കാര്യമോ സിലബസിൻ്റെ അതും വേണ്ട. ജോഗ്രഫി, ഹിസ്റ്ററി, കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അതിനകത്ത് ഇതൊക്കെ സിലബസ് ആണെന്ന് തോന്നുന്നുണ്ടോ? ഓക്കെ, ഇതാണ് വോളിയം ഇൻഡെക്സ്. ഇൻഡെക്സ് എപ്പോഴാണ് തുറക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനകത്ത് നമ്മൾ ഏതാ നോക്കുന്നത്? നമ്മൾ ചോദിച്ചത് എന്തുവാ? റൈറ്റ് ടു ഇക്വാലിറ്റി, ഫണ്ടമെന്റൽ റൈറ്റിൻ്റെ കാര്യം ചോദിച്ചത്. ഫണ്ടമെന്റൽ റൈറ്റ്, മൗലികാവകാശങ്ങൾ. കണ്ട, മൗലികാവകാശം. ഇപ്പോഴാണ് ഞാനിത് കണ്ടത്. ഞാൻ പ്രിപ്പയർഡ് അല്ലായിരുന്നു, ഞാൻ പറഞ്ഞല്ലോ. മൗലികാവകാശങ്ങളിൽ അവർ ചോദിച്ചേക്കുന്നത് സമത്വത്തിനുള്ള അവകാശം. അതാ ചോദിച്ചേക്കുന്നത്. അത് പേജ് നമ്പർ ആർട്ടിക്കിൾ 14 തൊട്ട് 18 വരെയുള്ള സമത്വത്തിനുള്ള അവകാശം. പേജ് നമ്പർ 65. ക്ലിയർ ആണ്? 65. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുക? 65 പോവുക. 65 വരൂ. 65 ആർട്ടിക്കിൾ 40 സമത്വത്തിനുള്ള അവകാശം. ഇനി ഞാൻ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? ഞാനിതങ്ങ് പഠിക്കും. മനസ്സിലായ? അപ്പോൾ എനിക്ക് ഇന്ത്യൻ ഭരണം ഉറപ്പ് നൽകുന്ന മൗലിക അവകാശങ്ങൾ. അപ്പോൾ ഫണ്ടമെന്റൽ റൈറ്റുകൾ, ഏതൊക്കെ ഫണ്ടമെന്റൽ റൈറ്റാണ് ഗവൺമെൻറ് നമുക്ക് തരുന്നത് അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് തരുന്നത്, അതാണ് ഈ കൊടുത്തേക്കുന്നത്. അതിനകത്ത് ആർട്ടിക്കിൾ 14 തൊട്ട് 18 വരെ സമത്വത്തിനുള്ള അവകാശം, റൈറ്റ് ടു ഇക്വാലിറ്റിയാണ്. അതാണ് ഈ കിടക്കുന്നത്. അപ്പം ഞാൻ എന്ത് ചെയ്യും? ഇതങ്ങ് പഠിക്കും. മനസ്സിലായോ? അപ്പോൾ ഈ ഒരു ക്യൂരിയോസിറ്റി ആയില്ലേ? അപ്പോൾ അത് പഠക്കാം. അപ്പോൾ നോക്കിയോ, ഇതിനകത്ത് പറഞ്ഞേക്കുന്നത് ആർട്ടിക്കിൾ 14 സമത്വത്തിനുള്ള അവകാശം 14 തൊട്ട് 18 വരെ. അപ്പോൾ ആർട്ടിക്കിൾ 14 ആദ്യം പഠിക്കാം. നിയമത്തിന് മുന്നിൽ സമത്വം, നിയമം മുഖേന തുല്യ സംരക്ഷണം. നിയമത്തിന് മുന്നിൽ സമത്വം എന്തുവാ? ഓൾ ആർ ഈക്വൽ ബിഫോർ ലോ. എല്ലാവരും നിയമത്തിന് മുന്നിൽ സമന്മാരാണ്, എല്ലാവരും ഒരു കണക്കാണ്. നിയമം മുഖേന തുല്യ സംരക്ഷണം, എല്ലാവരും ഒരേപോലെ നിയമം കൊണ്ട് പ്രൊട്ടക്ട് ചെയ്യണം എന്നുള്ള സംഭവം. അപ്പം നിയമസമത്വം, ഒരു പൗരനും നിയമത്തിന് മുന്നിൽ പ്രത്യേക പരിഗണന ലഭിക്കില്ല. തുല്യ നിയമ സംരക്ഷണം, ഇന്ത്യയിൽ നിർമ്മിക്കപ്പെടുന്ന നിയമങ്ങൾ എല്ലാ പൗരന്മാരെയും ഒരുപോലെ സംരക്ഷിക്കും.
ഭരണഘടനയിലെ അപ്പോൾ ഇത് രണ്ട് നമുക്ക് എന്ത് ചെയ്യണ്ട, പ്രത്യേകിച്ച് മാർക്ക് ചെയ്യാനൊന്നും വേണ്ട, നമുക്ക് അറിയാം അതൊക്കെ. ഭരണഘടനയിലെ 14-ാം വകുപ്പ് പ്രതിപാദിക്കുന്നത് ഇന്ത്യക്കകത്ത് ഒരു വ്യക്തിക്കും നിയമത്തിനും മുന്നിൽ സമത്വവും നിയമ മുഖേനയുള്ള തുല്യ സംരക്ഷണം നിഷേധിക്കരുത്. അതാണ് ആർട്ടിക്കിൾ 14 പറയുന്നത്. ഓക്കെ, നിയമത്തിന് മുന്നിൽ സമത്വം എന്നത് ബ്രിട്ടീഷ് പൊതു നിയമത്തിന്റെ ഒരു ആശയമാണ്. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കണം. എന്താ, നിയമത്തിന് മുന്നിൽ കണ്ടോ സമത്വം എന്നത് ബ്രിട്ടീഷ് പൊതു നിയമത്തിൽ, ബ്രിട്ടീഷ് കോമൺ ലോ. അപ്പോൾ ഇത് എവിടെ നിന്ന് വന്നതാ, ബ്രിട്ടീഷ് കോമൺ ലോയിൽ ഒരു ആശയമാണ് ഈ എടുത്തേക്കുന്നത്. ഓൾ ആർ ഈക്വൽ ബിഫോർ ലോ എന്ന് പറയുന്ന സംഭവം വന്നത് ബ്രിട്ടീഷ് കോമൺ ലോയിൽ നിന്നാണ്. നിയമം മുഖേനയുള്ള തുല്യ സംരക്ഷണം എന്നത് അമേരിക്കൻ ഭരണഘടനയിൽ നിന്നുള്ള ഒരു ആശയമാണ്. അപ്പോൾ എന്താ, നിയമം മുഖേനയുള്ള തുല്യ, അപ്പോൾ രണ്ട് രീതിയാണ് കണ്ട. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ ആർ ഈക്വൽ ബിഫോർ ലോ, എന്താ, നിയമത്തിന് മുന്നിൽ എല്ലാവരും സമന്മാരാണ്, എല്ലാവരും സമത്വം എന്നത് കൊണ്ടുവന്ന് ബ്രിട്ടീഷിൻ്റെ ആണെങ്കിൽ നിയമം മുഖേനയുള്ള തുല്യ സംരക്ഷണം, എല്ലാവരെയും നിയമം മുഖേന ഒരേപോലെ സംരക്ഷിക്കണം എന്ന് പറഞ്ഞത് അമേരിക്കൻ ഭരണഘടനയാണ്. കണ്ട, അത് രണ്ട് നല്ല ക്വസ്റ്റ്യൻ അല്ലേ, ഇത് തിരിച്ചു മറിച്ചും ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ അല്ലേ. ഓക്കെ, അടുത്ത നോക്കേ, ഇന്ത്യൻ പൗരന് പുറമെ വിദേശ പൗരന്മാർക്കും സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷനുകൾ, കമ്പനികൾ, രജിസ്റ്റേർഡ് സൊസൈറ്റികൾ തുടങ്ങിയ നിയമജന്യ വ്യക്തിത്വങ്ങൾക്കും ഈ അവകാശം ലഭിക്കും. പറഞ്ഞ ആൾക്കാർക്ക് കിട്ടും. ആർട്ടിക്കിൾ 14 പ്രകാരം നിയമത്തിന് മുന്നിൽ തുല്യത എന്ന ഭരണഘടന തത്വത്തിൽ നിന്ന് ഇളവ് ലഭിക്കുന്ന പദവി രാഷ്ട്രപതി. അപ്പോൾ ആർട്ടിക്കിൾ 14 പ്രകാരം നിയമത്തിന് മുന്നിൽ തുല്യത എന്ന ഭരണഘടന തത്വത്തിൽ നിന്ന് ഇളവ് ലഭിക്കുന്ന പദവി ആർക്കാ, രാഷ്ട്രപതിക്ക്, ഗവർണർക്കാണ് ഇളവ് ലഭിക്കാൻ ചാൻസ് ഉള്ളത്, വേറെ ആർക്കും ഇളവ് ലഭിക്കാൻ ചാൻസ് ഇല്ല. നിയമത്തിന് മുന്നിൽ സമത്വം, ഇക്വൽ ബിഫോർ ലോ എന്നത് ഒരു നെഗറ്റീവ് ആശയം, നിയമം മുഖേന തുല്യ സംരക്ഷണം എന്നത് പോസിറ്റീവ് ആശയമാണ്. അപ്പം ഇക്വൽ ബിഫോർ എന്നത് ഒരു നെഗറ്റീവ് ആശയവും, നിയമത്തിന് മുന്നിൽ സമത്വം, ഇക്വാലിറ്റി ബിഫോർ ലോ എന്നതൊരു നെഗറ്റീവ് ആശയവും, നിയമം മുഖേന തുല്യ സംരക്ഷണം എന്നത് പോസിറ്റീവ് ആശയവുമാണ്. സുപ്രീം കോടതി ആർട്ടിക്കിൾ 14 ഭരണഘടനയുടെ അടിസ്ഥാന ഘടകങ്ങളിലൊന്നായി നിർവചിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഭരണഘടനാ ഭേദഗതി പ്രകാരം ആർട്ടിക്കിൾ 14 നീക്കം ചെയ്യുവാനോ അടിസ്ഥാന സ്വഭാവങ്ങളിൽ നിന്ന് മാറ്റം വരുത്തുവാനോ സാധിക്കില്ല. അപ്പം ഇത് നോക്കി വെച്ചേക്കുക, ഇതെന്താണെന്നുള്ള ഡീറ്റെയിൽ നമുക്ക് അറിയത്തില്ല. എന്തുകൊണ്ടാണ് അതിനെ നെഗറ്റീവ് ആശയം എന്ന് പറയുന്നത്, അതുകൊണ്ട് തന്നെ ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ എന്നതിനെ പോസിറ്റീവ് എന്ന് പറയുന്നത് നമുക്ക് അറിയത്തില്ല. അപ്പം നമുക്കതൊരു എന്തോ ഒരു പ്രശ്നം, അതുകൊണ്ട് ഈ സംഭവം എനിക്ക് അത്ര അങ്ങോട്ട് വ്യക്തമായിട്ടില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, അത് കുറച്ചും കൂടി നമ്മൾ ഗവേഷണം ചെയ്ത് പഠിക്കണം, എന്താണ് റിസർച്ച് ചെയ്യണം, എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞെന്നുള്ള കാര്യം. അപ്പോൾ സുപ്രീം കോടതി ആർട്ടിക്കിൾ 14 ഭരണഘടനയുടെ അടിസ്ഥാന ഘടകങ്ങളിൽ ഒന്നായി നിർവചിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതെന്താ, ഇതിനെ നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാന ഘടകങ്ങളിൽ ഒന്നായിട്ട് പറഞ്ഞേക്കുന്ന ആർട്ടിക്കിൾ 14. അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് ഒരു രീതിയിലും ഇതിനെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഭേദഗതി, നമ്മൾ അമെൻമെൻ്റ് ഒന്നും കൊണ്ടുവന്ന് ഇതിനെ മാറ്റാൻ പറ്റത്തില്ല, നീക്കം ചെയ്യാൻ പറ്റത്തില്ല. ക്ലിയർ ആയോ? അപ്പോൾ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ഈ 2 പോയിന്റ് എന്താണ് നമുക്ക് വ്യക്തമായിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് കുറച്ചും കൂടി നോക്കി എന്താണെന്ന് വെച്ചാൽ പഠിക്കും. ഓക്കെ, അപ്പം അങ്ങനെ നമ്മൾ ഈ 14 പഠിച്ച് 15 പഠിച്ച് 16 പഠിച്ച്, ഇപ്പോൾ ഡിഗ്രി ലെവൽ ആയതുകൊണ്ടാണ് കുറച്ച് സങ്കീർണമായി കിടക്കുന്നത് കേട്ടോ. 17, 18 ഇത്രയും പഠിച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് എന്ത് മനസ്സിലാവും വേണ്ടേ. ആർട്ടിക്കിൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഞാൻ പറയാം. 15 വിവേചനം എന്നുള്ള റൈറ്റ് അഗെയിൻസ്റ്റ് ഡിസ്ക്രിമിനേഷൻ, അത് പിന്നെ അവസര സമത്വം, ഈക്വൽ ഓപ്പർച്യൂണിറ്റി, എല്ലാവർക്കും ഒരേ കണക്കിന് ഓപ്പർച്യൂണിറ്റി കൊടുക്കണം, അയിത്ത നിർമ്മാർജ്ജനം, പിന്നെ അയിത്തം നിർമ്മാർജ്ജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനകത്ത് എന്താ പറയുക, അൺടച്ചബിലിറ്റി എടുത്ത് കളഞ്ഞത് കണ്ടേ, നമ്മുടെ മഹാത്മാഗാന്ധി കീജി എന്ന മുദ്രാവാക്യത്തോട് വന്ന് പാസ്സാക്കിയ ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 17. അതിൽ നിന്ന് ക്വസ്റ്റ്യനൊക്കെ ഉള്ളതാണ്. ആർട്ടിക്കിൾ 18 സ്ഥാനപ്പേര് നിർത്തലാക്കൽ, തലക്കെട്ട് ടൈറ്റിൽസ് കൊടുക്കരുത് എന്ന് പറയുന്ന ആർട്ടിക്കിൾ 18 ഇല്ല. അപ്പോൾ അത്രയും ആയപ്പോഴത്തേക്കും നമ്മുടെ സംഭവം കഴിഞ്ഞല്ലോ. കണ്ട 14 to 18 വരെ നമ്മൾ പഠിച്ചത്. 14 എന്താണ്, ഇക്വാലിറ്റി, പിന്നെ അതിനൊക്കെ തന്നെ 15 എന്താണ്, വിവേചനം, റൈറ്റ് അഗെയിൻസ്റ്റ് ഡിസ്ക്രിമിനേഷൻ, അവസര സമത്വം, ഈക്വൽ ഓപ്പർച്യൂണിറ്റി 16, 17 അൺടച്ചബിലിറ്റി, റൈറ്റ് അഗെയിൻസ്റ്റ് അൺടച്ചബിലിറ്റി, പിന്നെ 18 ടൈറ്റിൽസ്, അബോളിഷ്മെന്റ് ഓഫ് ടൈറ്റിൽസ്. ഇത്രയും കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ആ ക്വസ്റ്റ്യൻ ഒന്നിട്ട് നോക്കണം. അപ്പോൾ അതിനകത്ത് മത ഭാഷ ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തം ഇഷ്ടപ്രകാരം വിദ്യാഭ്യാസ സമയങ്ങൾ ആരംഭിക്കുന്ന അവകാശം, ജാതി, മതം, ലിംഗം എന്നിവയുടെ അടിസ്ഥാനത്തിൽ വിവേചനം, ഡിസ്ക്രിമിനേഷൻ, സ്ഥാനപ്പേരുകൾ, ടൈറ്റിൽസ്, പൊതു നിയമനങ്ങൾ, അവസര സമത്വം, ഇക്വാലിറ്റി, അല്ലെങ്കിൽ ഈക്വൽ ഓപ്പർച്യൂണിറ്റി. അപ്പോൾ ഇത് 3 എന്ത് പറഞ്ഞിട്ടുണ്ട്, നമ്മളിപ്പോൾ പഠിച്ചതിനകത്ത് ഉള്ളതല്ലായിരുന്നോ ഇത് 3. അപ്പോൾ ഇതിനകത്ത് ഇല്ലാത്ത ഏതാ, ഇത്. അപ്പോൾ ഓപ്ഷൻ നോക്കുമ്പോഴത്തേക്കും ABCD 1, 3 ആണ് ഇല്ലാത്തത്. 1 ഇല്ല, ഓക്കെ, 3 ഉണ്ട് പക്ഷേ. അപ്പോൾ ഇതല്ല, 1 മാത്രം. അപ്പോൾ അതാണ് 1 and 2 അല്ല, 1, 2, 4 അല്ല. അപ്പോൾ ഏതാ 1 മാത്രം. ഉത്തരം നോക്കുമ്പോൾ B. കണ്ട, ഇങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്. എന്നിട്ട് ഈ സാധനങ്ങൾ നമ്മൾ വായിക്കണം. അപ്പോൾ കുറച്ചുകൂടി നമുക്ക് ക്ലിയർ ആവും. ഓക്കെ, മൗലികാവകാശം എന്ന ആശയം കടമെടുത്തത് അമേരിക്കയിൽ നിന്ന്. മൗലികാവകാശം, ഫണ്ടമെന്റൽ റൈറ്റ്, ഭരണഘടനയുടെ 3-ാം ഭാഗത്ത് അനുച്ഛേദം 12 മുതൽ 35 വരെയാണ് മൗലികാവകാശം. 12 to 35 നമ്മൾ ഒത്തൊന്നും പഠിച്ചില്ല, നമ്മൾ ആകെ ഇക്വാലിറ്റി മാത്രമേ പഠിച്ചുള്ളൂ. അതുകൊണ്ട് നമുക്കിത് നമ്മൾ പഠിച്ചില്ല.
മൗലിക അവകാശങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ട സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ചൂഷണത്തിനെതിരെയുള്ള അവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സാംസ്കാരിക വിദ്യാഭ്യാസപരമായ അവകാശം, ഭരണഘടനാപരമായ പ്രതിനിധികൾക്കുള്ള അവകാശം. ഇതിൽ വന്ന സമയത്ത് 7 മൗലികാവകാശങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ 6 ഉള്ളത്. സ്വത്തവകാശം എടുത്തു കളഞ്ഞത്. മൗലികാവകാശങ്ങളുടെ കരട് രൂപം തയ്യാറാക്കി ജവഹർലാൽ നെഹ്റു ആണ്. മൗലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്ന സർദാർ വല്ലഭായ് പട്ടേലാണ്. മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന സുപ്രീം കോടതിയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വായിച്ച് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ള കാര്യങ്ങൾ. ഞാൻ സ്പീഡിലാണ് വായിച്ചത്, നിങ്ങൾ അതിപ്പോൾ എഴുതിയെടുക്കണമെന്നില്ല. ഞാൻ എങ്ങനെ പഠിക്കണമെന്നൊരു മോഡലാണ് പറഞ്ഞത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്തു? ഇപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യനും ആൻസറും കിട്ടി, നമുക്കൊരു ഐഡിയ കിട്ടി, നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി. നമുക്ക് 2 ഇനി ഫർദർ നമ്മൾ എന്തുകൊണ്ട് അവരങ്ങനെ പോസിറ്റീവ് നെഗറ്റീവ് എന്ന് പറഞ്ഞതെന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു കാര്യം കിട്ടി. അപ്പോൾ അത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഗൂഗിളിലോ എവിടെയെങ്കിലും സെർച്ച് ചെയ്തിട്ടോ ആർക്കെങ്കിലും ചോദിച്ചിട്ടോ ഒക്കെ കുറച്ചും കൂടി മനസ്സിലാക്കി എടുക്കാൻ പറ്റും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് വന്നില്ലേ? അപ്പം നമുക്ക് എന്താ ഒരു ഇൻട്രസ്റ്റിംഗ് ആവും. പഠനം എന്ന് പറയുന്നത് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമായിട്ട് മാറും. മനസ്സിലായോ? അല്ല വെറുതെ ക്ലാസ് കേൾക്കുന്നത് പഠിക്കണം, നമ്മൾ സ്വന്തമായിട്ട് കാണാൻ പഠിക്കണം, അതൊക്കെ വേണം. പക്ഷേ അതിലുപരി നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ റിസർച്ച് ചെയ്യുകയും വായിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും കുറച്ചും കൂടി നമ്മൾ അന്വേഷിക്കുകയൊക്കെ ചെയ്യുമ്പം ആക്റ്റീവ് ലേണിംഗ് ഉണ്ടാവും. ആക്റ്റീവ് ലേണിംഗ് അല്ല നമ്മൾ ചെയ്യുന്ന പാസീവ് ലേണിംഗ്. ആക്റ്റീവ് ലേണിംഗ് ഉണ്ടാകുമ്പോഴത്തേക്കും നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് കൂടും. ക്ലിയർ ആയോ? മനസ്സിലായോ? അപ്പം അങ്ങനെ ട്രൈ ചെയ്യുക. ഇതാണ് ഞാൻ പഠിച്ച മെത്തേഡ്. ഇങ്ങനെയാണ്. അപ്പം ഞാൻ റോ ആയിട്ട് ഞാൻ ഇതെടുക്കണം എന്ന് ഞാൻ ഒരു ഉദ്ദേശത്തിൽ വന്നതല്ല. ഞാൻ ജസ്റ്റ് ഇതെടുത്തു, ഇത് വായിച്ചു, ഞാൻ എൻ്റെ റാങ്ക് ഫയൽ വെച്ച് കമ്പയർ ചെയ്തു, അതിനകത്തുള്ള ഓപ്ഷൻസ് കണ്ടുപിടിച്ചു, അതിനകത്ത് ഉത്തരം എനിക്ക് കിട്ടി, എനിക്ക് ആ കാര്യം മനസ്സിലായി, എനിക്ക് റിസർച്ചിന് വേണ്ടിയുള്ള 2 ടോപ്പിക്കും കിട്ടി. അത് എന്തുകൊണ്ടെന്ന് വന്നാൽ എനിക്ക് ഡൗട്ടുണ്ട്, ആ ഡൗട്ട് എനിക്ക് ക്ലാരിഫൈ ചെയ്യണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് ഇങ്ങനെ മിക്സായി വന്ന് കിടക്കുക. സെറ്റാണോ? അപ്പം ഇങ്ങനെയാണ് പഠിച്ച് പോവേണ്ടത് അക്കോർഡിംഗ് ടു മീ. ഇനിയിപ്പോൾ നിങ്ങൾ പറയാം അങ്ങനെയല്ല, ഞാൻ പഠിക്കുന്ന രീതി ഇതല്ല, ഇങ്ങനെ പഠിക്കുമ്പോൾ എനിക്ക് കിട്ടാറുണ്ടെന്ന് പറയാം. ഓക്കെ, അതങ്ങനെ പഠിക്കാം. പക്ഷേ എൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഇങ്ങനെ പഠിച്ചത്. സെറ്റ്. ഓക്കെ, അപ്പോൾ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ കണക്ക് തന്നെ മെസ്സേജ് അയയ്ക്കുക, കമൻറ്റ് ചെയ്യുക. ആൻഡ് പറ്റുമെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഡയറക്റ്റ് മെസ്സേജ് അയക്കുകയാണെങ്കിൽ എനിക്ക് കുറച്ചും കൂടി കൺവീനിയൻ്റ് ആയിട്ട് വോയിസ് ഒക്കെ റിപ്ലൈ അയക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതിനൊക്കെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ എനിക്ക് കുറച്ചും കൂടി എൻകറേജ്മെൻറ്റ് ആവും. എനിക്ക് നിങ്ങളുടെ മെസ്സേജും കമൻസും നിങ്ങളുടെ എൻക്വയറീസും ഓരോ വിശേഷങ്ങൾ ചോദിക്കുകയൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അതുകൊണ്ട് എനിക്ക് കുറച്ച് ആൾക്കാരുണ്ട് എന്നുള്ളൊരു തോന്നലുണ്ടല്ലോ, അത് ഭയങ്കര ഒരു പോസിറ്റീവ് ഹാപ്പിനെസ് ഫീൽ ചെയ്യുന്നൊരു സംഭവം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.